നീയായിരുന്ന കംപ്ലീറ്റ് നശിപ്പിച്ചില്ലടാ. ഞാൻ ആ ചന്ദ്രന്റെ ഇങ്ങനെ സഞ്ചാരപഥം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ വരുന്നതും പോകുന്ന വഴിയല്ല ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കായിരുന്നു. ചന്ദ്രന്റെ സഞ്ചാരപഥം നോക്കാൻ ഇതുവഴി നോക്കേണ്ട കാര്യമില്ല. രാവിലെ 8 മണിയാകുമ്പോൾ കട ഉറക്കും, ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ചോറ് കഴിക്കാൻ വരും, വീണ്ടും 4 മണിയാകുമ്പോൾ കട ഉറക്കും, വൈകുന്നേരം 8:30 കട അടച്ചിട്ട് വീട്ടിൽ വരും. ഈ ഏത് ചന്ദ്രന്റെ കാര്യം പറയുന്നത്? അണ്ണന്റെ പഴയ സെറ്റപ്പ് സുലോരി ചേച്ചിയുടെ ഭർത്താവ് റേഷൻ കട ചന്ദ്രൻ. അതൊക്കെ ഞാൻ വിട്ടു. എടാ ഇത് അതല്ല, ഇത് ഞാൻ മേളിൽ ഇങ്ങനെ ചന്ദ്രന്റെ ആ സഞ്ചാരപഥം അങ്ങനെ നോക്കുമായിരുന്നു. അതല്ലേ ആകാശത്തിലെ ചന്ദ്രൻ? ഓ, ആകാശത്തിലെ ചന്ദ്രൻ നോക്കാന്ന് ഇരിക്കുന്നത്. രാവിലെ ആകുമ്പോൾ പോകും, രാത്രി ആകുമ്പോൾ വരും, പിന്നെ ഇടയ്ക്ക് തേങ്ങാപ്പുഴ പോലെ തന്നെ ഇങ്ങനെ വളഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ അരിവുണ്ട് കണക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ആ, നിനക്ക് അത്ര അറിവല്ലേ ഉള്ളൂ. എടാ അതെ, ഞാനൊരു പുതിയ സെറ്റപ്പ് തുടങ്ങാൻ പോകണം. അതിനാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. അണ്ണന്റെ ഒരു സെറ്റപ്പിനും ഞാനില്ല. അണ്ണന്റെ സെറ്റപ്പിന് അവസാനം പറഞ്ഞ എനിക്കറിയാം അടിയാണ്. ആ അടി മൊത്തം ഞാൻ നിന്ന് കൊള്ളണം. പറയുന്നല്ലോടാ, ഇത് വേറെ അടിപൊളി സെറ്റപ്പാണ്. 2035 ISRO ചന്ദ്രനിലേക്ക് ആളെ ഇറക്കുകയാണ്. അപ്പൊ നമുക്ക് പോവാ. നമ്മൾ പോവും. അതിന്റെ കൊട്ടേഷൻ ISRO എന്നെയാണ് ഏൽപ്പിച്ചേക്കണേ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കണം. നിങ്ങൾക്ക് എന്താണ് ISRO ആയിട്ട് ബന്ധം? ISRO ഞാൻ ഒരു മതിൽ അപ്പുറം ഇപ്പുറമാണ്. ഇപ്പുറം എന്റെ വീട്, ഇപ്പുറം ISRO. അപ്പുറം ഇപ്പുറം ഇല്ലേ? അല്ല, നിങ്ങളെ വീട് ISROക്ക് അകത്തൊന്നും അല്ലല്ലോ. എടാ, ഈ ISRO പോകുന്ന സകല റോക്കറ്റിന്റെ പുകയും എന്റെ വീട്ടിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് അപ്പൊ റോക്കറ്റിൻ പുക ഏറ്റുകിടക്കും, പ്രഭാകരനും ഉണ്ടാവുമല്ലോ സൗരഭ്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ഈ ചന്ദ്രനിലേക്ക് ആളെ കൊണ്ടുവന്നതിൻ്റെതായിട്ട് ഞാനൊരു പരസ്യം കൊടുത്തിരുന്നു ഫോണിലൂടെ. അപ്പൊ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആൾക്കാർ മൊത്തം ഇങ്ങനെ ചുറ്റും പുറത്ത് നിൽക്കുന്ന ഫസ്റ്റ് ബാച്ചാണ് ചന്ദ്രനിലോട്ട് പോകാനുള്ള. അപ്പൊ നമുക്ക് അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അവരുടെ സംശയങ്ങളും ദൂരീകരിച്ച് കൊടുക്കണം. അതാണ് നമുക്ക് വേണ്ട. അതിന് എന്റെ സഹായിയായിട്ടാണ് നിന്നെ വിളിച്ചത്. എനിക്ക് നിന്നെ കളയാൻ പറ്റില്ലല്ലോ. ഈ ഒരു കാര്യം ഞാൻ പുറത്ത് നിൽക്കണവരെ വിളിക്ക്. അതിന് മുമ്പ് ആ കോട്ട എടുത്തിട്. എടാ, ഈ എടുത്തിടങ്ങോട്ട്. അവിടെ എന്താ ഭയങ്കര തണുപ്പാണ്. എടേ, കോട്ടൊക്കെ ഇട്ടൊരു മെനയായിട്ട് നില്ലടേ. നമ്മളൊരു വലിയ പരിപാടി ചെയ്യാൻ പോയല്ലേ. നിനക്ക് ചേരൂല, എന്നാലും അത് ഇട്ടോ. അതൊരു കറക്റ്റായിട്ട് ചേരുന്നുണ്ട്. വിളിക്ക്, ആളെ വിളിക്ക്. ഹലോ, എല്ലാരും എന്താ പ്രശ്നം? നിങ്ങൾ ആരുമല്ല ആദ്യം വന്നത്. ആദ്യം വന്നത് ഞാൻ, രണ്ടാമത് വന്നത് ഞാനാണ്, മൂന്നാമത് ഞാൻ. വന്നാലും ശരി തന്നെ സ്ത്രീകൾക്ക് ആദ്യം മുൻഗണന. നിങ്ങൾക്ക് മുൻഗണന തരാം. നിങ്ങൾ ആദ്യം ഇരിക്കും. മുന്നിലിരുന്നോ, അവിടെ ഇരുന്നു. അതെ, സമാധാനമായിട്ട്. നമ്മള് വന്നേക്കുന്നത് അറിയാലോ എന്താണ് ഉദ്ദേശം. 2035 ചന്ദ്രനിലേക്ക് പോണ ഫസ്റ്റ് ബാച്ചാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ അതിന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതെല്ലാം പറഞ്ഞു തരാനാണ് നിങ്ങളെ ഇവിടെ ഇരുത്തിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒപ്പമുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമുണ്ട്. ആദ്യം നമുക്ക് സംശയത്തിൽ നിന്ന് തുടങ്ങാം. അവിടെ ഇരിക്കും. ആദ്യം ആ മുൻഗണന തുടങ്ങട്ടെ. മുൻഗണന പറഞ്ഞു. എന്താ പ്രശ്നം? ഇരുന്നു. സർ, ഞാൻ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ വനിതയാണ്. പിന്നെ നമ്മളൊക്കെ പുരുഷന്മാരെ കൊല്ലാൻ വേണ്ടിയാണല്ലോ വർക്ക് ചെയ്യുന്നത്. സാർ, ഇത് തന്നെയാണ് സാർ പ്രശ്നം. ഈ പുരുഷ സാന്നിധ്യം തന്നെയാണ് പ്രശ്നം സാർ. പുരുഷ സാന്നിധ്യം ഇല്ലാത്ത സ്ത്രീകൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും ചന്ദ്രനിൽ കൊണ്ടുപോയി ഒരു പ്രസ്ഥാനം സ്ഥാപിച്ച് ചന്ദ്രനിൽ സ്ത്രീകൾക്ക് സമാധാനമായിട്ട് താമസിക്കണം. അത് മാത്രമല്ല, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ അഹോരാത്രം. അല്ല, അവിടെ നിൽക്കുമോ? ഇനി ബാക്കിയുള്ളവർ പറയട്ടെ. ഒരു സ്ത്രീ കഴിഞ്ഞല്ലോ, ഒരു പുരുഷൻ പറഞ്ഞോട്ടെ. അതെ, ഞാന് ഒരു 10-15 വർഷം കൂടെ കഴിയുമ്പോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡ് ആവാൻ പോകുന്ന ഒരു SI ആണ്. അപ്പൊ ആ ഒരു ബഹുമാനം എനിക്ക് തരണം. അപ്പൊ എനിക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോ ഈ റിട്ടയർഡ് ലൈഫ് ചന്ദ്രനിൽ ജീവിക്കണം എന്നാണ് എനിക്ക് എന്റെ ഒരു ആഗ്രഹം. സമാധാനവും സന്തോഷത്തോടുകൂടി ചന്ദ്രനിൽ ജീവിക്കണം. നല്ല തീരുമാനമാണ്. അതെ, അത് കാര്യം എന്താണെന്നറിയോ? ഈ പുള്ളി റിട്ടയർഡ് ആകുന്ന ട്രസ്സൂർന്ന് അന്ന് ഈ പുള്ളിയെ കവളിന്റെ കുത്താൻ വേണ്ടി ഒത്തിരി പേര് നിരപരാധികൾ എഴുന്നേൽപ്പുണ്ട്. അത് ഇടി മേടിക്കാൻ വേണ്ടിട്ട്. അല്ല, അത് തന്നെ എനിക്ക് 3 വെച്ച് താൻ അടിച്ചിട്ടുള്ള. ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയ, അത് മതി. മഗസിനാണ്. അല്ല, ഇത് ആണ്. അതായത് ഒരുപാട് സ്വത്തുക്കൾ എന്റെ ഈ ഇന്ത്യയിലും കേരളത്തിലും വിദേശത്തുമായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുവാണ്. ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. പൈസ ഇങ്ങനെ വന്ന് അങ്ങ് കൂടുവാ. അപ്പൊ എനിക്ക് ചന്ദ്രനെ വന്ന ഈ പുതിയൊരു റിയൽ എസ്റ്റേറ്റ് തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ പുതിയതായിട്ട് തുടങ്ങണമല്ലോ, ആൾക്കാർ വരുന്നതനുസരിച്ച് എനിക്ക് മറിച്ചടിക്കാൻ വേണ്ടിട്ട്. എനിക്ക് ചന്ദ്രനിൽ ഒരു 5000 ഏക്കർ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട്. ആദ്യം ഒരു 1500 ഞാൻ സാറിന് തരാം. സാറിന് അവിടെ പ്ലോട്ട് തിരിച്ചു വയ്ക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, തരാന്ന് പറഞ്ഞാൽ പറ്റിക്കരുത്. ഇതിപ്പോ സാറിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ
പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ കുറ്റി അടിച്ച് സ്ഥലം തിരിച്ചു തരും. ആ കുട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞാ മതി. എന്നാ പിന്നെ പറ. സാറേ, എന്റെ പേര് സിന്ധു പി. ഞാനേ 8 കുടുംബശ്രീ അംഗങ്ങളുടെ ADS ആണ്. അതിലെ ഓരോ അംഗങ്ങളും എന്നെ ദൈവത്തെ പോലെയാണ് കാണുന്നത് സാറേ. ആ ദൈവത്തെയാണ് സാറേ കഴിഞ്ഞ ആഴ്ച പെണ്ണുങ്ങളെടുത്ത് കെട്ടിലിട്ടത്. നിന്റെ നാക്കടക്കില്ലെങ്കിലുണ്ടല്ലോ സാറേ, അത് കിണറ്റിലിട്ടൊന്നും അല്ല സാറേ, അത് വൃത്തിയാക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് എത്തി നോക്കിയതാ. അപ്പോഴേക്ക് ഞാനങ്ങ് വീണുപോയി. അവൾ എത്തി നോക്കിയൊന്നുമല്ല സാറേ, ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ തള്ളിയിട്ടത് തന്നെ. നിന്റെ ഈ നാക്കിന് തന്നെയാണ് നിന്നെ തോട്ടിലോട്ട് എടുത്തെറിഞ്ഞത്. അയ്യോ എന്റെ പൊന്നു സാറേ, എന്നെ തോട്ടിൽ എറിഞ്ഞതല്ല. എന്റെ ആത്മാർത്ഥത കാരണം ഞാൻ തോട്ടിൽ പണി ചെയ്തതാ സാറേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഇവരെല്ലാരും കൂടെ ചന്ദ്രനിൽ പോകണമെങ്കിൽ എനിക്ക് ചന്ദ്രൻ വേണ്ട, എനിക്ക് ഫ്ലൂട്ടോ മതി. സാറിന് ഫ്ലൂട്ടോ തരാം സാർ. അവിടെ ഞാൻ കാര്യം പറയട്ടെ, ഇവരെല്ലാം നമ്മൾ ചന്ദ്രനിൽ കൊണ്ടുപോകണം. ഇവരവിടെ കൊണ്ടുപോകുമ്പോഴേക്കും ചന്ദ്രൻ കുളമാവും. അവിടെ ഇറക്കി ഇവരെ വൃത്തിയാക്കി. ഞാനിതൊന്ന് പറഞ്ഞു, ഇത് എങ്ങനെയല്ല. അതെ, ഞാനിനി ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ പോകണം. നിങ്ങൾ വിചാരിക്കുന്ന ചന്ദ്രനല്ല ചന്ദ്രൻ. ശരിക്കുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇങ്ങനെ പരന്ന് ഇങ്ങനെ പന്തലിച്ച് അങ്ങനെ കിടക്കണയാണ് ചന്ദ്രൻ. ആര് പറഞ്ഞു? ഞാനും മൂത്രം ഒഴിക്കാൻ വേണ്ടി രാത്രി വെളിയിൽ ഇറങ്ങുന്ന വെള്ളം എടുക്കുമ്പോൾ ഞവണിക്കാൻ പോലത്തെ ഒരു സാധനമായി ചന്ദ്രൻ. അതെന്റെ സാറേ, അത് സാറ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കണോണ്ട് അങ്ങനെ തോന്നുകയാണ്. മേളിൽ പോയി ഇന്ന് താഴോട്ട് ചന്ദ്രനെ നോക്കണം, അപ്പോഴേ അറിയാൻ പറ്റും ചന്ദ്രന്റെ വലിപ്പം. ഭയങ്കരമല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ റിട്ടയർഡ് ഒരു ജീവിതം ആസ്വദിക്കാൻ വേണ്ടി പോകുന്നു, പുള്ളിക്കാരൻ വസ്തു വാങ്ങിക്കാൻ പോകുന്നു. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? നിങ്ങൾക്ക് ഇവിടെ ഭർത്താവിനെയും ചേട്ടനെയും അച്ഛനെയൊക്കെ നോക്കി ജീവിച്ചാ പോരെ? സാർ, ഇത് തന്നെയാണ് പ്രശ്നം. ഈ ഒരു പ്രശ്നം എനിക്ക് ഒഴിവാക്കി തരണം. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അച്ഛനോട് അനുവാദം ചോദിക്കണം, കൊച്ചിനോട് ചോദിക്കണം, മാമനോട് ചോദിക്കണം. ഇതൊക്കെ എന്ത് ന്യായമാണ് സാർ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഇവിടെ ജനിക്കുന്ന, ഈ കേരളത്തിൽ ജനിക്കുന്ന പെൺകുട്ടികളെ അവരുടെ അച്ഛനമ്മമാര് പോലും അറിയാതെ നമ്മൾ ചന്ദ്രനിലേക്ക് കടത്തിവിടണം. എന്റെ പെണ്ണുമ്പിള്ളേ, നിങ്ങൾ സ്ത്രീകളുടെ ഉന്നമനാണോ ഉദ്ദേശിക്കുന്നത് അതോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ കിടന്നിങ്ങനെ ബഹളം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചന്ദ്രനിൽ ജീവിക്കാൻ വേണ്ടി പോവേണ്ടവരാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടുത്തെ ആഹാരക്രമങ്ങൾ പ്രധാനമായി നമുക്ക് അറിയേണ്ടത്. ആഹാരം ഫുള്ള് ഗോതമ്പാണ്. ഗോതമ്പിലുള്ള പരിപാടികളേ ഉള്ളൂ. അത് ഗോതമ്പ് കൊഴുക്കട്ട, ഗോതമ്പില് പുട്ട്, ഗോതമ്പില് ദോശ, ഗോതമ്പില് ചപ്പാത്തി, ഇമാതിരി ഗോതമ്പിലുള്ള സംഭവങ്ങളായിരിക്കും. പിന്നെ കറി, വെജ്, നോൺ വെജ് ഇല്ല. കംപ്ലീറ്റ് ഉരുളക്കിഴങ്ങ്, പയറ്, പരിപ്പ്, ദാല്, അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. പറ്റില്ല, ഉരുളക്കിഴങ്ങ് ഒട്ടും പറ്റില്ല. സംഭവം എനിക്ക് ഗ്യാസ് ഉള്ളൂ, അത് പറ്റത്തില്ല. അത് മേടിക്കണ്ട, അവിടെ ഗ്യാസ് ഇല്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ കഴിച്ചു കഴിയുമ്പോൾ അവിടെ ഗ്യാസിന്റെ ഒരു സംഭവം കൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് അതിന്റെ പിന്നിലെ ഇന്റൻഷൻ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഐറ്റത്തും ഓരോ ചാക്ക് ഓരോ ആഴ്ച എനിക്ക് തരണം. ഞാനൊരു ഗ്യാസിന്റെ ഒരു ഫാക്ടറി ഉണ്ടാക്കിയത്. അല്ല, ഇനി നിങ്ങളോട് വേറൊരു കാര്യം, വലിയൊരു കാര്യം പറയാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ചില സമയം ചന്ദ്രൻ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്നത് കണ്ട. നമുക്കിപ്പോ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് സുഖം, സ്വസ്ഥം, നമുക്ക് എവിടെ വേണം നിൽക്കാം. പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് എല്ലാവരും കൂടെ പ്ലക്കോ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ വരുമ്പോ നമ്മൾ സമാധാനമായിട്ട് ജീവിക്കണം. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യണം. എനിക്കിതെന്റെ ഈ ഇവിടെ പ്ലക്കോ അല്ലാത്ത ഇവിടെ മതി ഈ സ്ഥലം. അത് തരാം. അല്ല സാറേ, എനിക്കൊരു കാര്യമുള്ളത്, ഇവിടെ നിൽക്കാൻ കുഴപ്പമില്ല, പക്ഷെ പുരുഷന്റെ സാന്നിധ്യം നിങ്ങൾ അവിടെ ഇരിക്കും. പുരുഷനില്ല എന്ന് പറയുന്നത് എന്തൊരു, നമുക്ക് ആദ്യം അവിടെ എങ്ങനെയെങ്കിലും എത്താൻ നോക്കട്ടെ. എത്ര കാര്യം പറഞ്ഞപ്പോഴും ഞാനൊരു കാര്യം ആലോചിച്ചത്, ഒരു SI ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ചിന്തകളാണ്. നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് ട്രാവലിംഗ് ചെയ്യുന്നത്? നമ്മൾ റോക്കറ്റിലാണ് പോകുന്നത്. മൂട്ടിൽ തീയുള്ള ഒരു സാധനത്തിൽ ഞാൻ വരത്തില്ല. അല്ല, നമ്മളെ സെറ്റപ്പ് മാറ്റി. പിന്നെ നമ്മളിപ്പോ വന്ദേ ചന്ദ്രൻ എന്നൊരു പുതിയൊരു സാധനം പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മേളിലാണ് തീ, അത് വലിച്ചോണ്ടങ്ങ് പോകും. ഇങ്ങനെ വലിച്ചാൽ വലിച്ചോണ്ടങ്ങ് പോകും. സാർ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ എരിഞ്ഞമരുന്നതിന്റെയും കത്തി തീരുന്നതിന്റെയും പേരാണ് സ്ത്രീ. ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ ഇത്രയും ഉയരത്തിലിരിക്കുന്ന ചന്ദ്രൻ എന്തുകൊണ്ട് അതിന് ചന്ദ്രൻ എന്ന് പേരിട്ടു, ചന്ദ്രിക എന്ന് പേരിട്ടില്ല? അല്ല, അതെ, ഇപ്പോഴും അതിനെക്കുറിച്ചൊരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചന്ദ്രൻ ആണാണോ പെണ്ണാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മള് ഏകാന്ത ചന്ദ്രികയിൽ അലിയുന്നു, അങ്ങനെയൊക്കെയാണല്ലോ വർണ്ണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഒരു തീരുമാനമായില്ല ചന്ദ്രൻ ആണാണോ പെണ്ണാണോ. നമുക്ക് അവിടെ പോയിട്ട് അത് കണ്ടുപിടിക്കാം. എന്തായാലും സ്ത്രീകൾക്ക് ഒരു മുൻഗണന. ഞാൻ എന്റെ ഒരു പോലീസ് ബുദ്ധിയിൽ ഒരു കാര്യം പറയാം. നമ്മൾ എല്ലാവരും ഒരു വലിയൊരു അപകടത്തിലേക്കാണ് പോവേണ്ടിയിരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നമ്മളെ ജീവന് തന്നെ ഭീഷണിയായ. എന്താണ് സാർ? കാരണം നമ്മൾ 2035 ഇവിടെ റോക്കറ്റിൽ നേരെ ഇന്ധനം അടിച്ച് നേരെ ചന്ദ്രനിലേക്ക് പോകുന്നുണ്ട്. ചന്ദ്രനിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ എവിടെ നിന്ന് ഇന്ധനം അടിക്കും?
ചന്ദ്രനിൽ പമ്പുണ്ടോ? വേണം. തിരിച്ചു വരാൻ എങ്ങനെ അടിക്കും? ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ളൊരു ചോദ്യമാണ് സാർ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. എന്നാ സാറേ, നമ്മൾ ഇവിടുന്ന് ഇന്ധനം നിറച്ചിട്ട് നേരെ ചന്ദ്രനിലേക്ക് എങ്ങനെ ഒരു ഒറ്റ പോക്ക് അങ്ങ് മേലോട്ട് പോകും. അവിടെ ചെന്ന് ആളെ ഇറക്കുന്നു, എഞ്ചിൻ ഓഫ് ചെയ്യുന്നു, നേരെ ന്യൂട്രൽ അടിച്ച് തിരിച്ചു ന്യൂട്രലിൽ വരും. ഒരപേക്ഷയുണ്ട്, ഇറങ്ങുമ്പോ ഇടിച്ചിറക്കരുത്, നടുവിന്റെ കണ്ണി. ഇല്ല അതൊക്കെ മാനേജ് ചെയ്തോളും. അപ്പൊ ഇന്ധനം വേണ്ട, ഇന്ധനം വേണ്ട, തിരിച്ച് ന്യൂട്രലിൽ പോയിട്ട് നമ്മൾ. അതെ, എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൂ. എനിക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ താല്പര്യമില്ല. പ്രവർത്തിക്കാനുള്ള ഇടമൊക്കെ വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹലോ സാറേ, ചന്ദ്രനിലേക്ക് ആളിനെ നിങ്ങളാണോ? നമസ്കാരം. സാറിന് ചന്ദ്രനിലോട്ട് പോകാൻ താല്പര്യം? എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് ചന്ദ്രനിലേക്ക് പോകാൻ. 2035 ജനുവരിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ പോകുന്നതിന്റെ കുറെ ചെലവുകളുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ. പൈസ കൊണ്ട് ചെലവാക്കാം, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. അല്ല, എന്താണ് അവിടെ ഇനി പ്ലൂട്ടായി പോകണമെന്നല്ലാണോ അതവിടെ സ്ഥലം മേടിക്കണമെന്നല്ലോ? അങ്ങനെ ഒന്നുമല്ല. എന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്നെ ചന്ദ്രനിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാക്കണം. മുഖ്യമന്ത്രിയാ? അതെ. അല്ല എന്റെ പൊന്നു സുഹൃത്തെ, അവിടെ ആൾക്കാരില്ല, ജനവാസം ഇല്ല, അവിടെ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് എന്തിനാ മുഖ്യമന്ത്രി ആവണേ? അതാണ് എനിക്ക് ആവശ്യം. അതാകുമ്പോ നാട്ടുകാർ വായിരിക്കണ കേൾക്കണ്ടല്ലോ. അത് മാത്രമല്ല, പ്രതിപക്ഷം കാണൂല, കരിങ്കൊടി കാണൂല, പൂർത്തിവെപ്പ് കാണൂല, ഉടുതുണി പൊക്കി കാണൂല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചെലവെച്ചിട്ട് കൂടും, നിങ്ങൾ മുഖ്യമന്ത്രി അവിടത്തെ. താങ്ക് യു വെരി മച്ച്. അപ്പൊ മുഖ്യമന്ത്രിക്ക് അങ്ങനെയുണ്ടെങ്കിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. കാശ് എനിക്കൊരു വിഷയമല്ല. ഇദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ അവിടുത്തെ ചന്ദ്രനിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ഈ ഞാനായിരുന്നു. അതിന് കുറച്ച് കാശ് ചെലവാകും, അധികം കാശ് തരാം, കാശ് വിഷയമല്ല. എന്നാ നിങ്ങൾ എന്റെ ചന്ദ്രനിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ഫിക്സ്. അങ്ങനെയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുക. എന്തിന്? ചുമ്മാ വെറുതെ കിടക്കട്ടെ.